ഓരോ ദിവസവും ഓരോ മൂഡായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത് തന്നെയാണ് കേട്ടോ. നല്ല പോലെ വാഴയില വാട്ടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് 2 സ്പൂൺ ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് അവിയൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പപ്പയ്ക്ക തോരൻ വെച്ച് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടി ഇല്ലാണ്ട് തോരനും അവിയലും പിണങ്ങിയാലോ, അപ്പോൾ ഒരു മെഴുക്കുവരട്ടിയും കൂടെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചമ്മന്തി ഇല്ലാണ്ട് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ഒരു കുഞ്ഞ് പീസ് ചമ്മന്തിയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അയല വറുത്തത്, മുട്ട പൊരിച്ചത്, ഇത്രയും കൂടി വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് അങ്ങ് പൊതിഞ്ഞെടുക്കാം കേട്ടോ. ഇതും കൂടി പൊതിഞ്ഞ് നമുക്കൊന്ന് കെട്ടി കുറച്ച് നേരം മാറ്റി വെക്കണം. എന്നാലാണല്ലോ ആ ഇലയുടെ മണത്തോട് കൂടിയിട്ട് കഴിക്കാൻ പറ്റുക. ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിള്ളേർ വീട്ടിൽ നിൽക്കുന്ന ദിവസം കേട്ടോ. അപ്പോൾ എങ്ങനെയെങ്കിലും ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇത് എന്ന് വേണമെങ്കിൽ പറയാം. ഇതല്ലെങ്കിലും അവർ കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ഇതൊന്ന് പൊതിഞ്ഞ് നമുക്ക് മാറ്റി വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അന്നമ്മേനെയും റൈഹാനെയും വിളിച്ചിട്ട് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. എന്താണ് എക്സ്പ്രഷൻ എന്ന് നോക്കാമല്ലോ. അന്നമ്മയ്ക്ക് ഇതുവരെ ഞാൻ പൊതിച്ചോറുണ്ടാക്കി കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ 4 പേർക്ക് വേണ്ടിയിട്ട് ഇവിടെ പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെ അളവിനനുസരിച്ചിട്ടാട്ടോ ചോറിട്ടേക്കുന്നത്. അപ്പോൾ കൗതുകത്തോടു കൂടി അന്നമ്മ തുറക്കുന്നുണ്ട്. തുറക്കുമ്പോൾ തന്നെ അവൾക്ക് ആ ഒരു മണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അടിപൊളിയാന്ന് പറഞ്ഞില്ലേ, അത് തന്നെ വലിയ കാര്യം കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പറക്കി തിന്നിട്ടുമുണ്ട്. അതൊക്കെ തന്നെയാണ് നമുക്കും വേണ്ടത്. ഇത്രയും കഷ്ടപ്പെട്ടാൽ അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അല്ലേ. റൈഹാന് ഭയങ്കര സന്തോഷത്തോടു കൂടി റൈഹാൻ ഫുള്ള് ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ.